ഹായ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് പ്രവാസികളായ പാരൻസിനോട് കൂടെയാണ്. പലർക്കും അറിയാമെന്നുള്ളതും നമുക്കറിയാമെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയാത്തതുമായ ചില കാര്യങ്ങൾ. ഒരുപാട് പാരൻസ് പറയുന്നൊരു കാര്യമാണ്, മക്കൾ അനുസരിക്കുന്നില്ല, മക്കൾക്ക് ഒരുപാട് അവർ കൂടുതൽ ആരോടും അടുക്കുന്നില്ല, അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ടൊരു ഫ്ലുവൻ്റ് കിട്ടുന്നില്ല, സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് അഡിക്ഷനായിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഈ ഒരു കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടു. പ്രവാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരക്കേറിയ ജീവിതം നയിക്കുന്നവരാണ് കൂടുതലും പാരൻസ്. ഭാര്യയും ഭർത്താവും രാവിലെ ജോലിക്ക് പോകുന്നു, രാത്രി വരുന്നു, മക്കളോടൊത്ത് കുറച്ച് സമയമാണ് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നത്. മക്കൾക്കും നമ്മുടെ എല്ലാ ഫാമിലി അയൽവാസികളോ അല്ലെങ്കിൽ ഫാമിലിയുമായിട്ടോ കൂടുതൽ ബന്ധം അവർക്കും കിട്ടത്തില്ല. ആഘോഷങ്ങൾ, അതുപോലെ തന്നെ ദുഃഖ സമയങ്ങളായാലും സന്തോഷ സമയങ്ങളായാലും വിവാഹം, ബർത്ത്ഡേ, മറ്റ് ഏതെങ്കിലും ഫംഗ്ഷനുകൾ കൂടുതലും അറ്റൻഡ് ചെയ്യാൻ പ്രവാസികൾക്ക് കഴിയുന്നതല്ല. ഒരു വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ, 6 മാസം കൂടുമ്പോൾ, ഇങ്ങനെയൊക്കെയാണ് പലരും നാട്ടിൽ പോയിട്ട് അപ്പോൾ നാട്ടിലെ ചില ഫംഗ്ഷനുകൾ അറ്റൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെങ്കിൽ നമ്മളായിരിക്കുന്ന രാജ്യത്ത് നമുക്ക് എത്ര തന്നെ നമുക്ക് പരിമിതികളുണ്ടെങ്കിലും മക്കളോടൊത്ത് സന്തോഷമായി ജീവിക്കാൻ കഴിയും. നമുക്കറിയാം, വില്ലകളിൽ താമസിക്കുന്നവരുണ്ട്, ഫ്ലാറ്റുകളിൽ 1 ബെഡ്റൂം 2 ബെഡ്റൂം സ്റ്റുഡിയോ, അല്ല എങ്കിൽ ഷെയറിങ്ങിൽ തന്നെ താമസിക്കുന്നവരുണ്ട്. 2 മക്കളോടൊത്ത് ഷെയറിങ്ങിൽ താമസിക്കുന്ന ആൾക്കാരുമുണ്ട്. അവരവരുടെ പരിമിതികൾക്കൊത്തവണ്ണം ജീവിക്കുന്നു. പക്ഷേ ഈ സാഹചര്യത്തിലും ചിലരോട് പറയും, നിങ്ങളുടെ മക്കളെ സ്പോർട്സിന് വിടുക. അവരുടനെ പറയുന്നത് ഒത്തിരി കാശാകും. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മ്യൂസിക് ക്ലാസ്, അപ്പോൾ പറയും ഒത്തിരി കാശാകും. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് മക്കളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ പറയുമ്പോൾ പലരും സാമ്പത്തികത്തെ മുൻപിൽ നിർത്തിയാണ് ചിന്തിക്കുന്നത്. അതേ പ്രിയരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നാമത് നമ്മളുടെ മക്കളോട് എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക. കുറച്ച് സമയം സംസാരിക്കാനായിട്ട് നാം സ്പെൻഡ് ചെയ്യുക. അത് നിർബന്ധമാക്കുക. എല്ലാ ദിവസവും എത്ര തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും തിരക്കാണെങ്കിലും അവരോടൊന്ന് സംസാരിക്കുകയും അവരെ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുക. അത് നല്ല പാരൻസിനും മക്കൾക്കും നല്ലൊരു ബന്ധമുണ്ടാകും. എത്ര തന്നെ അപ്പൻ, അമ്മ, മക്കൾ എന്ന് പറഞ്ഞാലും നമുക്കൊരു അടുപ്പമുണ്ടാകണമെങ്കിൽ ആ വ്യക്തിയോട് സംസാരിക്കണം. അപ്പോൾ എല്ലാ ദിവസവും കുറച്ച് സമയം അവരോട് സ്പെൻഡ് ചെയ്ത് അവരോട് സംസാരിക്കാൻ തയ്യാറാകുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സമൂഹമായിട്ടൊരു ബന്ധം. അതെ, ഇവിടെ പലരും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് കൂടുതൽ ആരെയും അറിയത്തില്ല. അറിയാൻ ശ്രമിക്കുക. സമൂഹമായിട്ടൊരു ബന്ധം. ഇപ്പോൾ ഞാനൊരു പാസ്റ്ററാണ്, എനിക്ക് ചർച്ചുണ്ട്, ബിലീവേഴ്സുണ്ട്, അവരുമായിട്ടൊരു ബന്ധമുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില കൂട്ടായ്മകളോടൊത്ത് ചേർന്ന് ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പം ആ കൂട്ടായ്മയിലുള്ളവർ വീട്ടിൽ വരികയും ഇല്ല എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോവുകയും ഇടയ്ക്ക് പിള്ളേർ ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഇവിടെ നമുക്കറിയാം, നമ്മളായിരിക്കുന്ന രാജ്യത്തിൽ പല സംഘടനകളും പല കൂട്ടായ്മകളും ഉണ്ട്. അവരോട് ഒരു ചെറിയ, ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിളായി ഇരിക്കുന്നുവെന്ന് തോന്നുന്ന അവരോട് ഒരു ബന്ധം വെക്കുക. അപ്പോൾ അത് സമൂഹമായിട്ടൊരു ബന്ധം പുലർത്തുവാൻ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അത് കാരണമായി തീരും. നമ്മളിങ്ങനെ ഒരു റൂമിൽ ഒറ്റപ്പെട്ട് എനിക്ക് സാഹചര്യമില്ല, എനിക്ക് ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിൻഡോ പോലും ഇല്ലാതെ റൂമിൽ കുഞ്ഞുങ്ങളോടൊത്ത് താമസിക്കുന്ന പലരുമുണ്ട്. നമുക്ക് സമൂഹവുമായിട്ടൊരു ബന്ധം വെക്കാൻ കഴിയും, നമ്മളത് പരിശ്രമിക്കുക. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളെ കായികത്തിൽ, സ്പോർട്സിൽ നമ്മൾ
അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കുകയും അതിൽ അവരെ മുന്നോട്ട് പോകുവാൻ നാം സഹായിക്കുകയും ചെയ്യുക. ഇവിടെ പലരോടും കുഞ്ഞുങ്ങളെ സ്പോർട്സിലൊക്കെ വളർത്തണമെന്ന് പറയുമ്പോൾ പലരും പറയുന്നൊരു കാര്യം, സമയമില്ല, അല്ല എങ്കിൽ അതിനുള്ള ചാൻസ് ഇല്ല, എന്തെങ്കിലും ഒന്നിൽ അവരെ വിടണമെങ്കിൽ ഒത്തിരി കാശാകുന്നു. പ്രിയരെ, നിങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ നടന്നാൽ അവിടെ ഒരു പാർക്ക് കാണും, അല്ല എങ്കിൽ നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു പ്ലേസ് കാണും. അവരോടൊത്ത് അല്പസമയം അവിടെ ചെന്നിരുന്ന് സമയം ചെലവഴിച്ച് കഴിയുന്ന ദിവസങ്ങൾ അവരോടൊത്ത് അവരെ ഒന്ന് ആ മണ്ണിലൊക്കെ ഇറക്കി ഒന്ന് ഓടിപ്പിച്ച്, കൊച്ചുമക്കളുള്ളവർ അവരെ ഒന്ന് അവരുടെ ശരീരം കുറച്ച് ആരോഗ്യത്തിൽ വളരട്ടെ. വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കാതെ കുഞ്ഞുമക്കളുള്ളവർ അവരെ പുറത്തു വിടുകയും അവരോടൊപ്പം പുറത്തു പോവുകയും നിങ്ങൾക്ക് പണം കൊടുത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കഴിവതും അല്ലാത്ത രീതിക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആരോഗ്യത്തിനും അവരുടെ വളർച്ചയ്ക്കും അതൊരു കാരണമായി തീരും. അവർ വളരുമ്പോൾ പിന്നെ അവരുടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യാൻ കഴിയും. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. അടുത്തൊരു കാര്യം, ആക്ടിവിറ്റി. പല സ്കൂളിലെ ആക്ടിവിറ്റികൾ അവർക്കുണ്ട്. സ്കൂളിൽ നിന്ന് കൊടുത്തു വിടുന്നത് തന്നെ ചിലപ്പോൾ ഹെവി ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന പല പേരൻസും ഉണ്ട്. അത് ഒത്തിരി ഹെവി ഒന്നുമല്ല, അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഹോംവർക്ക് ചെയ്യുമ്പോൾ അത് കഴിയും. അതുപോലെ തന്നെ അവരുടെ ഫിസിക്കലിയും ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർ വളരാനുള്ള ആക്ടിവിറ്റിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. എന്തൊക്കെ ആക്ടിവിറ്റി അവർക്ക് ചെയ്യാൻ കഴിയുമോ, സ്കൂളിൽ മാത്രമല്ല, വീട്ടിൽ ഇരുന്നു കൊണ്ട് അല്ല എങ്കിൽ പുറത്ത് പോയി ചെയ്യാൻ പറ്റുന്ന എല്ലാ ആക്ടിവിറ്റിയിലും അവരെ പ്രോത്സാഹിപ്പിക്കുക. കാരണം ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരുന്നത്, ഒരുപാട് കൗൺസിലിങ്ങിന് ആൾക്കാർ വിളിക്കുന്നത്, പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഷോർട്ട് കമ്മിങ് ആണ്. അവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ അവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ പലരും മക്കളെക്കുറിച്ച് പല ഷോർട്ട് കമ്മിങ്ങും പറയുമ്പോൾ, പ്രിയരെ, അതിൽ നിന്നെല്ലാം അത് അവരുടെ കുറവുകളായിട്ട് നമ്മൾ കാണരുത്. അതുപോലെ തന്നെ അവരുടെ തെറ്റായിട്ട് നമ്മൾ കാണരുത്. നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവർ നല്ല അനുഗ്രഹത്തോടെ വളരും. അവർ ഏറ്റവും ബ്ലെസ്സിങ് ആയിരിക്കും. എല്ലാ ആക്ടിവിറ്റിയിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും ജ്ഞാനത്തോടെ അവർ വളരുവാൻ ഇടയാകും. സോ മക്കളെ നന്നായിട്ട് വളർത്തുവാൻ നമുക്ക് കഴിയട്ടെ, അവരോട് സമയം ചെലവഴിക്കുവാൻ നമുക്ക് കഴിയട്ടെ. പിന്നെ കൂടുതൽ സോഷ്യൽ മീഡിയകളിൽ അഡിക്റ്റ് ആകുവാൻ അനുവദിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളും ശ്രമിക്കുക, പേരൻസ് ആയിരിക്കുന്നവരും കൂടുതൽ ഇപ്പം എല്ലാം റീലാണല്ലോ, നമ്മൾ കൂടുതൽ സമയം സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പോൾ മക്കൾക്കും അതവർ കാണുകയല്ലേ, അതിലോട്ട് അവരും അതിൻ്റെ സമയങ്ങൾ ചെലവഴിക്കാൻ ഇടയായിത്തീരും. അതുകൊണ്ട് എല്ലാവരോടുമുള്ള ഒരു അഭ്യർത്ഥനയാണ്, മക്കളെ നന്നായിട്ട് വളർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. അവർക്കുള്ള നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ മക്കളിൽ വിചാരിക്കുന്ന കുറവുകൾ അല്ലെങ്കിൽ അവരിൽ വിചാരിക്കുന്ന ഷോർട്ട് കമ്മിങ് അവരിൽ ഉള്ളതല്ല, അതെല്ലാം മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് മക്കളോട് സമയം ചെലവഴിക്കുക, സമൂഹമായിട്ടൊരു ബന്ധം വെക്കുക, അവരെ മറ്റ് പല ആക്ടിവിറ്റിയിലും വളർത്തുക. അതുപോലെ തന്നെ അവരെ സ്പോർട്സിൽ, അവരെ കായികത്തിൽ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. എല്ലാത്തിലുപരി ഒരു കാര്യം കൂടെ പറയാം, ആത്മീയതയിൽ അവരെ വളർത്തുക. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മക്കളും പ്രാർത്ഥിക്കും. നിങ്ങൾ ബൈബിൾ വായിച്ചാൽ, അല്ല എങ്കിൽ നിങ്ങൾ ഏതിതായിരിക്കുന്നു അത് ചെയ്താൽ നിങ്ങളുടെ മക്കളും അത് ഫോളോ ചെയ്യാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മൾ അവർക്ക് മാതൃകയായിരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഇരിക്കുക. അതുപോലെ തന്നെ ശാസിച്ചും ശിക്ഷിച്ചും അവരോട് വഴക്കുകൂടിയുമല്ല, സ്നേഹത്തിലും ലാളിത്യത്തിലും മാതൃകയിലും
വളർത്തുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളുടെ മക്കൾ നല്ല ആരോഗ്യത്തോടെ ആയിരിക്കട്ടെ, നമ്മുടെ മക്കൾ നല്ല ജ്ഞാനമുള്ളവരായിരിക്കട്ടെ. ആയിരിക്കും എന്ന ഉറപ്പോട് നമുക്ക് നല്ല കാര്യങ്ങൾ തുടരാം. ഗോഡ് ബ്ലെസ് യു.